നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മതസ്പർദ്ധ ഉണ്ടാക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് നയൻതാരയുടെ ഏറ്റവും പുതിയ ചിത്രമായിരുന്ന അന്നപൂരണി ദ ഗോഡ് ഓഫ് ഫുഡ് എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ നിന്നും നീക്കം ചെയ്തതും പിന്നീട് മാപ്പ് പറച്ചിലുമായി നയൻതാര ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ 26-ന് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്ത രൺബീർ കപൂർ ചിത്രം അനിമലിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രതിഷേധം നടക്കുകയാണ്. ചിത്രത്തിന്റെ റിലീസ് സമയത്ത് ഉയർന്നു വന്ന അതേ വിമർശനങ്ങൾ തന്നെയാണ് ഇവിടെയും ചർച്ചാ വിഷയം. സിനിമ ലിംഗവിവേചനം, സ്ത്രീ വിരുദ്ധത എന്നിവയെ മഹത്വവൽക്കരിക്കുന്നുവെന്നും OTT പ്ലാറ്റ്ഫോമിൽ നിന്നും സിനിമ പിൻവലിക്കണം എന്നുമാണ് ആവശ്യം. ഞാനൊരു ഇന്ത്യക്കാരിയായ സ്ത്രീയാണ്. അനിമൽ എന്ന സിനിമ എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. ഇതിൽ ഒരു ഇന്ത്യക്കാരനായ നടൻ പുരുഷന് വിവാഹത്തിന് പുറത്ത് ബന്ധങ്ങളുള്ളതായി കാണിക്കുന്നു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകമാണ് ഈ സിനിമയിലൂടെ മാറ്റിമറിക്കുന്നത്. ഈ രാജ്യത്തിൽ ഒരു ഭർത്താവിന് ഒരു ഭാര്യ എന്ന ആശയത്തെയാണ് കളങ്കപ്പെടുത്തുന്നത്. ഇതിനെതിരെ ദയവായി നടപടിയെടുക്കുക. സിനിമ കണ്ട ഒരു പ്രേക്ഷക X പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. രാധിക, ശരത് കുമാർ, RJ ബാലാജി, ജാവേദ് അക്തർ തുടങ്ങി നിരവധി പേർ സിനിമയെ വിമർശിച്ച് എത്തുകയുമുണ്ടായി. അതേസമയം ചിത്രത്തെ പുകഴ്ത്തി സംസാരിച്ച തൃഷയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധവും ഉയർന്നു വന്നു. അർജുൻ റെഡ്ഡിയിലൂടെ ശ്രദ്ധേയനായ സന്ദീപ് റെഡ്ഡി വെങ്ക സംവിധാനം ചെയ്ത അനിമൽ സിനിമയിൽ വയലൻസ് മാത്രമല്ല ലൈംഗികതയും സ്ത്രീ വിരുദ്ധതയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. 3 മണിക്കൂറിന് മുകളിൽ ദൈർഘ്യമുള്ള ഈ രൺബീർ കപൂർ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായിരുന്നു. ഷാറൂഖ് ഖാന്റെ ജവാൻ സിനിമയ്ക്ക് ശേഷം ഏറ്റവും വേഗത്തിൽ 300 കോടി ക്ലബിൽ ഇടം നേടുന്ന ചിത്രമായും അനിമൽ മാറി. 2 മാസത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ചിത്രത്തിന്റെ OTT റിലീസും. ബോളിവുഡിൽ ഈ അടുത്ത് കണ്ട ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമകളിൽ ഒന്നായ അനിമലിലൂടെ സൂപ്പർ സ്റ്റാർ പട്ടവും രൺബീർ കപൂർ സ്വന്തമാക്കി. അർജുൻ റെഡ്ഡി, കബീർ സിംഗ് എന്നീ സിനിമകൾ ഒരുക്കിയ സന്ദീപ് റെഡ്ഡി റംഗയുടെ 3ാമത്തെ ചിത്രമായിരുന്നു അനിമൽ. രശ്മിക മന്ദാനയുടെ നായികാവേഷവും ഏറെ ചർച്ചയായി. അനിൽ കപൂർ, ബോബി ഡിയോൾ, തൃപ്തി ദിംരി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മതം ഒരു പ്രശ്നമായി കാണാമെങ്കിൽ എന്തുകൊണ്ട് ലിംഗവിവേചനവും സാമൂഹ്യ പ്രശ്നമായി കണ്ടുകൂടാ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അന്നപൂരണി ദ ഗോഡ് ഓഫ് ഫുഡ് എന്ന സിനിമ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ഹിന്ദു മതത്തെ അവഹേളിക്കുന്നതുമാണ് എന്ന് കാണിച്ച രമേശ് സോളങ്കിയായിരുന്നു കേസ് കൊടുത്തിരുന്നത്. ക്ഷേത്ര പൂജാരിയുടെ മകൾ ഹിജാബ് ധരിച്ച് നിസ്കരിക്കുന്നതും ബിരിയാണി വെക്കുന്നതുമൊക്കെ ദൃശ്യങ്ങൾ സിനിമയിലുണ്ട്. ശ്രീരാമനും സീതയും മാംസഭക്ഷണം കഴിച്ചിരുന്നുവെന്ന് സിനിമയിലെ നായകൻ പറയുന്നുമുണ്ട്. പൂജാരിമാരുടെ കുടുംബത്തിലെ പെൺകുട്ടി പ്രേമിക്കുന്നത് മുസ്ലിം ചെറുപ്പക്കാരനെയാണ്. ഇവയെല്ലാം ഹിന്ദു മതവിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നുവെന്നായിരുന്നു സോളങ്കിയുടെ ആരോപണം. ഇത് വെച്ച് നോക്കുമ്പോൾ അനിമലിലെ ദൃശ്യാവിഷ്കാരങ്ങൾ മുഴുവനും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും സമകാലിക ലോകത്തോട് യാതൊരു നീതിയും പുലർത്താത്ത സിനിമയുമാണ്. പക്ഷേ സിനിമ എന്നാൽ ആസ്വാദനത്തിനായി മാത്രം കണ്ടു കഴിഞ്ഞാൽ ഇത്തരം വാദങ്ങളുടെയും കേസുകളുടെയും ആവശ്യമുണ്ടാവില്ല. അന്നപൂരണിയായാലും അനിമൽ ആയാലും സിനിമയെ സിനിമയായി കാണുകയാണ് വേണ്ടത്.